നമ്മൾ ദിവസവും മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ഓഫ് ചെയ്യാറേ ഇല്ല. അതായത് വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, ലൊക്കേഷൻ ഇതൊക്കെ ഓണിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഹെൽത്തിന് സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ചാർജ് ആകുന്നതിന് ഇത് തടസ്സമാകുകയും ചെയ്യും. എന്നാൽ ഇതൊക്കെ നമുക്ക് ഓരോ സമയത്തും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അതൊരു പണി തന്നെയാണ്. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് സെറ്റ് ചെയ്താലോ? അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്ത വൈഫൈ, മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. പിന്നെ കേബിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓൺ ആകുകയും ചെയ്യും. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? സാംസങ് യൂസറാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ്സ് ആൻഡ് റൂട്ടൈൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന റൂട്ടൈൻസ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാർജിങ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ചാർജിങ് സ്റ്റാറ്റസ് എന്ന ഭാഗം കാണാം. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന രണ്ട് ഭാഗം സെലക്റ്റഡ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ ഡണ്ണ് കൊടുക്കുക. ഇത് രണ്ടും ടിക്ക് മാർക്ക് ഉണ്ട്. ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ മുകളിലത്തെ ഭാഗം കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെ കാണുന്ന ദെൻ എന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, പ്ലസ് ഐക്കൺ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യുക. കണക്ഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വൈഫൈ, ബ്ലൂടൂത്ത് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഓഫ് കൊടുക്കുക. വൈഫൈ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഓഫ് കൊടുക്കുകയാണ്, ഡണ്ണ് കൊടുക്കുകയാണ്. വീണ്ടും ഇവിടെ താഴെ ആഡ് ആക്ഷൻ എന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണക്ഷൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് എന്ന ഭാഗമുണ്ട്. ഇവിടെ ഞാൻ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുകയാണ്. ഞാനതും ഓഫ് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ഓഫ് കൊടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെറ്റ്വർക്കുമായിട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഫ്ലൈറ്റ് മോഡ് അതൊക്കെ ഞാനിപ്പോൾ ഓഫ് കൊടുക്കുകയാണ്. ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഈ ആഡ് ആക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഓഫ് കൊടുക്കുന്നത് അതൊക്കെ ചാർജിങ് കേബിൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇപ്പോൾ മൊബൈൽ ഡാറ്റ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ വീണ്ടും ഞാൻ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഹോട്ട്സ്പോട്ട് അതും സെലക്ട് ചെയ്തു. ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഇതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ 4-5 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേവ് കൊടുക്കണം കേട്ടോ. സേവ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കാൻ വേണ്ടി കാണിക്കും. ചാർജിങ് എന്ന് തന്നെ ഇവിടെ കിടന്നോട്ടെ. ഞാനിവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. പേരൊന്നും മാറ്റുന്നില്ല. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഓണിലാണ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചാർജിങ് കേബിൾ കണക്റ്റ് ആകുമ്പോൾ തന്നെ ഓഫ് ആവും. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓണിലാണുള്ളത്. ചാർജിങ് കേബിൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്താൽ മാത്രം മതി. ചാർജിങ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ അതൊക്കെ ഇവിടെ ഓഫ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ചാർജിങ് കേബിൾ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ എല്ലാം ഓണായി വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർജിങ് കേബിൾ ഇവിടെ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ചാർജ് ആകുന്നതും കാണാൻ സാധിക്കും. എല്ലാം ഇവിടെ ഓഫ് ആണെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. എല്ലാം ഇവിടെ സെലക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ചാർജിങ് കേബിൾ നമ്മൾ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓണായി. ഇതുപോലെ നിങ്ങളുടെ സാംസങ് മൊബൈലിലും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ബാറ്ററി ഹെൽത്തിനും അതുപോലെ തന്നെ പെട്ടെന്ന് മൊബൈൽ ചാർജ് ആകാനും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.